മമ്മൂട്ടിയാണ് എൻ്റെ നായകനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പൂർണിമ ജയറാമിനെ ആണ് അതിൻ്റെ ഭാര്യയായിട്ട് നായികയായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജോഷിക്ക് അന്നേരം പെട്ടെന്നൊരു ജോഷി അന്ന് ഈ നസീർ സാറിനെയും മധു സാറിനെയും ഉമ്മർക്കായും പിന്നെ അതുപോലെ തന്നെ ജോസ് പ്രകാശ് അങ്ങനെയുള്ള വലിയ നടന്മാരെ വെച്ച് പടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് ജോഷിക്കൊരു പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ജോഷി പറഞ്ഞു നമുക്കിത് ചെയ്യാം, ഇതൊരു നല്ലൊരു ചേഞ്ചാണ്, ഒരു പുതുമയുണ്ട്. ഞാൻ പറഞ്ഞു ഇളയരാജയാണ് മ്യൂസിക്, ഇളയരാജയോട് സംസാരിച്ചു, ഇളയരാജയും ചെയ്യാമെന്ന് സംസാരിച്ചു. അങ്ങനെ ആണ് ആരാത്രി ജന്മമെടുക്കുന്നത്. ഞങ്ങളങ്ങനെ അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത ഒരാളെന്ന് പറഞ്ഞാൽ കൊച്ചിൻ ഹനീഫയാണ്. അപ്പോൾ ജോഷി കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കെന്ന് പറഞ്ഞു നിങ്ങൾ കൊച്ചിനെ ഹനീഫായിട്ടിരുന്നതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഹനീഫായും ഞങ്ങളും കല്ലൂർ ഡെന്നിസ് ഹനീഫ ഞാൻ മദ്രാസിൽ ഞങ്ങൾ പിന്നെ അന്നത്തെ സ്വാഗത ഹോട്ടലിൻ്റെ മുറിയെടുത്ത് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇതിൻ്റെ തിരക്കഥയുടെ വൺ ലൈൻ ഉണ്ടാക്കി. അതിനുശേഷം പിന്നെ പൂർണ്ണ തിരക്കഥ ഞങ്ങൾ വായിച്ച് കേട്ടു. ഞങ്ങൾ ജോഷിയെ വായിച്ചെല്ലാം കേൾപ്പിച്ചു. ജോഷിക്കും വളരെ തൃപ്തിയായി. അങ്ങനെയാണ് ഈ ആരാത്രി എന്ന ചിത്രം ഉണ്ടാകുന്നത്.